കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ശ്രദ്ധ വേണം, വ്യക്തത വേണം, നിയമത്തെക്കുറിച്ചൊരു ധാരണ വേണം. ചൂഷണം നേരിടേണ്ടി വന്നാൽ പേടിക്കണ്ട, നിയമം സംരക്ഷണം നൽകുന്നുണ്ട്. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് വളരെ മുഖ്യമായ, ഒരുപക്ഷെ പലരുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ നിയമവിരുദ്ധ പണമിടപാട്, അതേക്കുറിച്ചും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിനെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ആഴത്തിലൊന്ന് സംസാരിക്കാം. ശരിക്കും എന്താണ് ഈ ബ്ലേഡ് മാഫിയ? കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ടല്ലേ? അതെ, ബ്ലേഡ് എന്ന് പറയുമ്പോഴേ ആ പലിശയുടെ ഒരു കാഠിന്യം അതിൽ വരുന്നുണ്ട്. അതായത് സർക്കാർ നിയമം വഴി അനുവദിച്ചിട്ടുള്ള വാർഷിക പലിശ അത് 24%. അതിനേക്കാളുമൊക്കെ ഒരുപാട് കൂടുതൽ, ചിലപ്പോൾ മാസം 5%, 10% വാങ്ങി സാധാരണക്കാരെ പിഴിയുന്ന, നിയമം ലംഘിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ ബ്ലേഡ് മാഫിയ എന്ന് പൊതുവെ പറയുന്നത്. അപ്പോ ശരിക്കും നിയമപരമായിട്ട് ആർക്കൊക്കെയാണ് ഈ പണം കടം കൊടുക്കാൻ പറ്റുന്നത്? എല്ലാവർക്കും പറ്റില്ലല്ലോ. ഇല്ല, അതിലെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഒന്നുകിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ലൈസൻസ് വേണം, മണി ലെൻഡിംഗ് ലൈസൻസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI അംഗീകരിച്ചിട്ടുള്ള NBFCകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, ഇവർക്ക് മാത്രമേ നിയമപരമായി പണം കടം കൊടുക്കാൻ അധികാരമുള്ളൂ. അപ്പൊ അല്ലാത്തതൊക്കെ നിയമവിരുദ്ധമാണ്. തീർച്ചയായും. ഈ പണം കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചു പിടിക്കാൻ ഇവര് പല വഴികളും നോക്കുമല്ലോ. നമ്മൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഭീഷണികളും ചിലപ്പോൾ കയ്യേറ്റം ചെയ്യലുമൊക്കെയാണ്. ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ എന്താണ്? ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ഒരാളെ പേടിപ്പിച്ച് പണം വാങ്ങുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 384 അനുസരിച്ച് അതൊരു കുറ്റമാണ്. ഭയപ്പെടുത്തി ധനം അപഹരിക്കൽ. പിന്നെ വെറുതെ ഭീഷണിപ്പെടുത്തുന്നത്, കൊല്ലുമെന്നോ ഉപദ്രവിക്കുമെന്നോ പറയുന്നത് സെക്ഷൻ 506 പ്രകാരം കുറ്റകരമാണ്. വഴിയിൽ തടഞ്ഞു നിർത്തിയാൽ അത് 341 വരും. ചിലപ്പോൾ ഈ ശാരീരിക ഉപദ്രവമൊക്കെ അതൊരു വധശ്രമം, അതായത് 307 വരെ എത്താവുന്ന കേസുകളായി മാറാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരാളെപ്പറ്റി മോശമായി പ്രചരിപ്പിക്കുന്നതും സൈബർ ക്രൈമിന്റെ പരിധിയിൽ വരും. അതും ശിക്ഷാർഹമാണ്. ശരിയാണ്. അപ്പോ ഇങ്ങനെയൊരു അവസ്ഥയിൽ പെട്ടുപോയാൽ ഒരു സാധാരണക്കാരന് എവിടെയാണ് സഹായം കിട്ടുക? എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചിരിക്കുന്നവരുണ്ടാകുമല്ലോ. ഉണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ഒട്ടും പേടിക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സൈബർ പ്രശ്നങ്ങളാണെങ്കിൽ അതിനായിട്ടൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1930. അതിൽ വിളിച്ച് വിവരം പറയാം. അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് നിയമസഹായം സൗജന്യമായി കിട്ടാൻ എല്ലാ ജില്ലയിലും ലീഗൽ സർവീസസ് അതോറിറ്റി DLSA ഉണ്ട്. അവരെ സമീപിച്ചാൽ വക്കീലിനെ വെക്കാനും മറ്റുമുള്ള സഹായം കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. DLSAയെ സമീപിക്കാം. പിന്നെ ഈ പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒരു തുകയുടെ കണക്കുണ്ടല്ലോ. ഈ 20,000 രൂപയുടെ കാര്യം അതെന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. 1961 ആദായനികുതി നിയമത്തിൽ പറയുന്നതാണ് സെക്ഷൻ 269SS. അതായത് 20,000 രൂപയോ അതിൽ കൂടുതലോ തുക നമ്മൾ കടമായിട്ട്, കയ്യിൽ പണമായിട്ട്, അതായത് ക്യാഷായിട്ട് കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. വാങ്ങുന്നയാൾക്കും അത് ബാധകമാണല്ലേ? അതെ, കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ബാധകമാണ്. ഇത് ഇപ്പോഴും 2025 ഈ നിയമം ശക്തമായിട്ട് നിലവിലുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇടപാട് നടത്തേണ്ടത്? ബാങ്ക് വഴി തന്നെ വേണമല്ലേ? തീർച്ചയായും. അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഇപ്പോഴത്തെ കാലത്ത് UPI ഉണ്ട്, നെഫ്റ്റ്, RTGS, ചെക്ക്, ഇങ്ങനെ ബാങ്ക് വഴി പണം അയക്കുമ്പോൾ അതിനൊരു തെളിവുണ്ട്. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കത് കാണിക്കാൻ പറ്റും. വെറുതെ കയ്യിൽ പൈസ എണ്ണിക്കൊടുക്കുന്നത്, പ്രത്യേകിച്ച് വലിയ തുകയാണെങ്കിൽ, ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. പക്ഷേ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു പ്രശ്നമാണ് ഈ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങുന്നത്. കടം കൊടുക്കുന്നവർ അത് വാങ്ങിവെച്ചിട്ട് പിന്നീട് തോന്നിയ പോലെ ഒരു തുക എഴുതി ചേർത്ത് കേസ് കൊടുത്താൽ അത് നിലനിൽക്കുമോ? അങ്ങനെ ഒരു പേടി പലർക്കുമുണ്ട്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ചെക്കൊരു പ്രധാന രേഖയൊക്കെ തന്നെയാണ്. പക്ഷേ കേരള ഹൈക്കോടതിയുടെ തന്നെ ഒരു വിധി 2022 വന്നതാണ്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, വെറുമൊരു ചെക്ക് കിട്ടി എന്നതുകൊണ്ട് മാത്രം ഒരാൾ പണം കടം കൊടുത്തു എന്ന് പൂർണ്ണമായി സ്ഥാപിക്കാൻ പറ്റില്ല. പണം കൈമാറി എന്നതിന് മറ്റ് തെളിവുകൾ, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എഴുതപ്പെട്ട കരാറൊക്കെ വേണം. അപ്പൊ ചെക്ക് മാത്രം പോരാ. ഇനിയിപ്പോ ഒരാൾ 50,000 രൂപ കടം കൊടുത്തിട്ട് 1,00,000 രൂപയുടെ ചെക്ക് വാങ്ങി അത് കേസ് കൊടുത്താൽ അത് തിരിച്ചു പ്രശ്നമാവാം. കൊടുത്ത തുകയേക്കാൾ കൂടുതൽ എഴുതി ചേർക്കുന്നത് വഞ്ചനയാണ്. IPC 420.
അതുപോലെ വ്യാജരേഖ ഉണ്ടാക്കൽ 468, 471, പീഡനം എന്നീ വകുപ്പുകൾ വെച്ച് ഈ ചെക്ക് കേസിനെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ശരിക്കും അത് പലർക്കും പുതിയ അറിവായിരിക്കും. അപ്പോ ഈ ചതികളിലൊന്നും പെടാതിരിക്കാൻ പണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞാലേ. ഏറ്റവും പ്രധാനം ഒരു എഴുതപ്പെട്ട രേഖയുണ്ടാക്കുക എന്നതാണ്. വളരെ ലളിതമായൊരു കരാറായാലും മതി. എത്ര രൂപ, എന്തിന്, പലിശ എത്ര, എന്ന് തിരിച്ചു തരും എന്നൊക്കെ അതിലെഴുതുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് വഴി മാത്രം ഇടപാട് നടത്താൻ ശ്രമിക്കുക. അതിൻ്റെ രേഖകൾ, മെസ്സേജുകൾ, വല്ല രസീതുകളുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷിച്ചു വെക്കുക. കുറച്ചുകൂടി വലിയ തുകയാണെങ്കിൽ, ഒരു 50,000 ഒക്കെ കടക്കുകയാണെങ്കിൽ, ഒരു മുദ്രപത്രത്തിൽ സ്റ്റാമ്പ് പേപ്പർ കരാർ എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു നോട്ടറിയെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതോ കൂടുതൽ നിയമപരമായ സുരക്ഷ നൽകും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിയമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ രേഖകളോടെ കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു പരിധി വരെ ഒഴിഞ്ഞു നിൽക്കാം, അല്ലേ? നിയമത്തിന്റെ സംരക്ഷണം കിട്ടും. തീർച്ചയായും നിയമം കൃത്യമായി പാലിച്ചാൽ, ശരിയായ രേഖകളുണ്ടെങ്കിൽ സാധാരണക്കാരന് പേടിക്കേണ്ട കാര്യമില്ല. നിയമം സംരക്ഷണം നൽകും. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇത്രയൊക്കെ നിയമങ്ങളും സംരക്ഷണവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ധാരാളം പേർ ഈ ബ്ലേഡ് മാഫിയയുടെ വലയിൽ വീഴുന്നത്? അത് നിയമത്തെപ്പറ്റി അറിയാത്തതുകൊണ്ടാണോ? അതോ മറ്റെന്തെങ്കിലും സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ അവരെ അതിലേക്ക് തള്ളിവിടുന്നതാണോ? ഇതൊരു പക്ഷേ നമുക്കെല്ലാവർക്കും ഒന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്.